ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എൽ എം തിങ്. നമ്മൾ ഇന്ന് 8ാം ഭാഗം റിവിഷൻ ആണ് ചെയ്യുന്നത്. പാർട്ട് 8 റിവിഷൻ അരിത്തമെറ്റിക് സീക്വൻസസ് തന്നെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് whose algebraic expression is 3n plus 5. Second, first term is 8 and common difference is 5. Write its algebraic form. തിരിച്ചും മറിച്ചും ചോദിച്ചിരിക്കുകയാണ്. അതായത് ഒന്നാം പദവും പൊതുവ്യത്യാസവും കണ്ടുപിടിക്കുക. 3n + 5 ബീജഗണിത രൂപം. 3n + 5 ബീജഗണിത രൂപം ആയ ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നാം പദവും പൊതുവ്യത്യാസവും കണ്ടുപിടിക്കുക. ഇതാണ് മലയാളത്തിൽ അതിൻ്റെ ചോദ്യം. രണ്ടാമത്തത്, ഒന്നാം പദം 8ഉം പൊതുവ്യത്യാസം 5 ആണെങ്കിൽ ആ ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കാം. നമുക്ക് ഓരോന്നായിട്ട് ആൻസർ കണ്ടുപിടിക്കാം. എ, അപ്പം ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. xn ഈക്വൽസ് ഓർ an, xnോ anോ എടുക്കാം. 3n + 5. അപ്പൊ എന്നിന് 1 കൊടുക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും 3 × 1 + 5. 3ഉം 5ഉം 8. ഇനി സെക്കൻഡ് ടേം എന്നിന് 2 കൊടുക്കുക. 3 × 2 + 5. 6 + 5 11. അപ്പോൾ ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈക്വൽസ് 11 - 8 = 3. ഇതൊന്നും ഇങ്ങനെയൊന്നും കണ്ടുപിടിക്കാതെ നമുക്ക് എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാം. എന്നിനോടൊപ്പമുള്ള കോഎഫിഷ്യന്റ് ആണ് കോമൺ ഡിഫറൻസ്. പിന്നെ എന്നിനെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഫസ്റ്റ് ടേമും കിട്ടും. മനസ്സിലായല്ലോ? ഒന്നാമത്തെ പാർട്ടിന്റെ ആൻസർ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പാർട്ടില് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. എത്ര? 8. കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്. എത്ര? 5. അപ്പൊ ബീജഗണിത രൂപം കാണണം. xn ഈക്വൽസ് f + n - 1 × d ഈക്വൽ ഫസ്റ്റ് ടേം 8 + n - 1 × d 5 ഈക്വൽസ് 8 + 5 × n, 5 × n 5n, -1 × 5 -5, 8 - 5 3, 5n + 3. മനസ്സിലായല്ലോ? വളരെ എളുപ്പത്തിൽ. വേറെയും രീതികളൊക്കെ ഉണ്ട്, എല്ലാം കൂടെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പൊ ഇതാണ് എളുപ്പത്തിലുള്ള രീതി. അപ്പം നിങ്ങളിത് പഠിച്ചു വയ്ക്കുക. അപ്പൊ 1 മാർക്ക് 2 മാർക്കിനൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാം. രണ്ടാമത്തെ ചോദ്യം, 5, 8, 11 is an arithmetic sequence. 5, 8, 11 ഒരു സമാന്തര ശ്രേണിയാണ്. What is its 20th? ഇതിന്റെ 20ാം പദം എത്ര? What is the algebraic form? ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്താണ്? അപ്പൊ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അപ്പൊ ഫസ്റ്റ് ടേം അറിയാം. എന്താണ്? 5. x1 ഈക്വൽസ് 5. കോമൺ ഡിഫറൻസ് എത്ര? 8 - 5 ഈക്വൽസ് 3. അപ്പൊ 20ാം പദം x20 ഈക്വൽ ഫസ്റ്റ് ടേം പ്ലസ് ഒന്നാം പദത്തിനോട് എത്ര പൊതുവ്യത്യാസം കൂട്ടണം? 20ൽ നിന്ന് കുറച്ച് എത്ര? 19 പൊതുവ്യത്യാസം കൂട്ടണം. ഈക്വൽസ് 5 + 19 × എത്ര? d എത്ര? 3. 19 × 3 57, 5 62. അപ്പൊ ഒന്നാമത്തെ ആൻസർ ആയി. രണ്ടാമത്തെ ബീജഗണിത രൂപം xn ഈക്വൽസ് f + n - 1 × d. ഇതിനെ വേണമെങ്കിൽ f + dn - d എന്നും എഴുതാം. ഈക്വൽ ഫസ്റ്റ് ടേം 5 + n - 1 × d എത്ര? 3. അപ്പം 5 + 3 × n, 3 × n 3n, -1 × 3 3, 5ൽ നിന്ന് 3 പോയാൽ 2. അപ്പം 3n + 2. ഇതാണ് എൻ്റെ ബീജഗണിത രൂപം. ഇതൊക്കെ ആദ്യത്തെ പാർട്ടാണ്, സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. എന്നിരുന്നാലും 2 മാർക്കിന്റെ ചോദ്യമൊക്കെ ആയിട്ട് പരീക്ഷയ്ക്ക് വരുന്നത്. ഇപ്പം 2 പാർട്ടുള്ളതുകൊണ്ട് 2 മാർക്ക് തന്നെ ആയിരിക്കും. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ 10th ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് a + 1 a + 2 a + 3 ... വാട്ട് ഈസ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്? റൈറ്റ് ദ ആൾജിബ്രൈക് ഫോം. മലയാളത്തില് a + 1 a + 2 a + 3 എന്ന സമാന്തര ശ്രേണിയുടെ 10ാം പദം എത്ര? പൊതുവ്യത്യാസം എത്ര?
ബീജഗണിത രൂപം കണ്ടുപിടിക്കാം. നമുക്ക് ഓരോന്ന് ആൻസർ കണ്ടുപിടിക്കാം. ഇവിടെ ഓക്കെ, A+1, A+2, A+3. അപ്പോൾ എല്ലാത്തിലും A ഉണ്ട്, ഒന്ന് വീതം കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ A+10, x10 എത്രയായിരിക്കും? 10 എത്ര? ഒന്നാം പദം A+1, രണ്ടാം പദം A+3, മൂന്നാം പദം A+3. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കണം. അപ്പോൾ 10 എത്രയായിരിക്കും? A+10 ആണ്. വേറൊരു എളുപ്പത്തിൽ ഇങ്ങനെ ആലോചിച്ച് വേണം, നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടും. പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്ത് നോക്കേണ്ട കാര്യം ഇല്ല. പിന്നെ കോമൺ ഡിഫറൻസ് ഇവിടെ നോക്കി, എല്ലാത്തിലും ഒന്നും ഇതാണ് കൂടുന്നത്. അപ്പം കോമൺ ഡിഫറൻസ് എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. അല്ലെങ്കിൽ സെക്കൻഡ് ടേം കാണിച്ചു തരാം. സെക്കൻഡ് ടേം ബ്രാക്കറ്റ് ഇടണേ, മൈനസ് ഫസ്റ്റ് ടേം ഓപ്പൺ ചെയ്യുമ്പം A+2 -A -1. നോക്കിക്കേ, 2 - 1 = 1. അപ്പം എന്താണ്? യുക്തിപൂർവ്വം ആലോചിച്ച് ഉത്തരം എഴുതുക. ഇതിനൊന്നും സ്റ്റെപ്പ് കാണിക്കണമെന്നൊന്നും ഇല്ല. റൈറ്റ് ദ ഓൾജിബ്രൈക് ഫോം. ഓൾജിബ്രൈക് ഫോം xn = dn + f - d. അതായത് f + n - 1 × d ആണ് ഇങ്ങനെ ആക്കി എഴുതിയിരിക്കുന്നത്. അപ്പം d എത്ര? 1. d അല്ലേ? d = 1. 1 × n പ്ലസ് ഫസ്റ്റ് ടേം എത്ര? A+1 -1 അല്ലേ? ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കട്ട് ചെയ്ത് പോവും. A+n അല്ലെങ്കിൽ n + n. മനസ്സിലായല്ലോ? അപ്പോൾ 3 പാർട്ടും കഴിഞ്ഞു. ഇതൊക്കെ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. എന്നാലും എന്താണ്, പാർട്ട് എയിൽ വരാൻ സാധ്യതയുള്ളതാണ്. 4ാമത്തെ ചോദ്യം, the second term of an arithmetic sequence is 8 and common difference is 3. Write the sequence. What is the 12th term? അതായത് രണ്ടാം പദം 8ഉം പൊതുവ്യത്യാസം 3ഉമായ സമാന്തര ശ്രേണിയുടെ ശ്രേണി എഴുതുക. സമാന്തര ശ്രേണി എഴുതുക. വാട്ട് ഈസ് ദ 12th term? അതിൻ്റെ 12ാം പദം എത്ര? ഇവിടെ നോക്കിക്കേ, സെക്കൻഡ് ടേം ആണുള്ളത് 8. കോമൺ ഡിഫറൻസ് എത്ര? 3. അപ്പം 2ൽ നിന്ന് 1 കുറച്ചാൽ 1 കിട്ടും അല്ലേ? ഫസ്റ്റ് ടേം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? x2 മൈനസ് ഒരു കോമൺ, 2ൽ നിന്ന് 1 പോയാൽ 1, ഒരു കോമൺ ഡിഫറൻസ് കുറയ്ക്കുക. 8 - 3 5. ഒന്നാം പദം കിട്ടി. നമുക്ക് സീക്വൻസ് എഴുതിക്കൂടെ? എന്താണ്? 5 3 8 3 11 അങ്ങനെ പോകും അല്ലേ? പിന്നെ അതിൻ്റെ അകത്ത് 12ാം പദം. 12ാം പദം കാണുന്നത് എങ്ങനെയാ? നേരത്തെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഒന്നാം പദത്തിനോടുകൂടി എത്ര പൊതുവ്യത്യാസം കൂട്ടണം? 12ൽ നിന്ന് പോയാൽ പിന്നെ 11 അല്ലേ? 11 പൊതുവ്യത്യാസം കൂട്ടണം. x1 ഒന്നാം പദം എത്ര? നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് 5 പ്ലസ് 11 ഇൻറ്റു പൊതുവ്യത്യാസം എത്ര? 3. ഇപ്പം എത്ര കിട്ടും? ആദ്യം ഗുണിക്കാനുണ്ടെങ്കിൽ ഗുണനമാണ് ചെയ്യേണ്ടത്. 11 3 33 5 38. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. 5ാമത്തെ ചോദ്യം, the algebraic form of an arithmetic sequence is 6n + 2. What is its first term? What is the common difference? What is the remainder obtained on dividing the terms of the sequence by 6? അപ്പം നമുക്ക് ഓരോന്നിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. എന്താണ്? ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 6n + 2 ആണ്. അതിലെ ഒന്നാം പദം എത്ര? അതിൻ്റെ പൊതുവ്യത്യാസം എത്ര? ഓരോ പദങ്ങളെയും 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ എത്ര ശിഷ്ടം കിട്ടും? ഓരോന്നും കണ്ടുപിടിക്കാം. xn തന്നിട്ടുണ്ട്. എത്ര? 6n + 2. അത് n-നെ 1 കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടും. ഒന്നാം പദം കിട്ടും. 6 1 6 6 × 1 6 6 + 2 8. ഇനി ഒന്നാമത്തെ ആൻസറായി ഫസ്റ്റ് ടേം കിട്ടി. ഇനി കോമൺ ഡിഫറൻസ് കിട്ടണമെങ്കിൽ സെക്കൻഡ് ടേം വേണം. അതിന് n-ന് 2 കൊടുത്താൽ മതി. 6 2 12 2 14 അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ആൻസറായി. ഇനി നമുക്ക് സീക്വൻസ് എഴുതിയിട്ട് മൂന്നാമത്തത് കണ്ടുപിടിക്കുക. സീക്വൻസ് എന്തായിരിക്കും? 8 14 20 ഇങ്ങനെ അങ്ങ് പോകും അല്ലേ? അപ്പോൾ ഓരോന്നിനെയും
എന്താണ് 6 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര വരും? 8നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു 6 ശിഷ്ടം 2. 14നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ 6 2 12 ശിഷ്ടം 2. ഇവിടെ നോക്കിക്കേ, ശിഷ്ടം 2 വരുന്നത്. അപ്പോൾ റിമൈൻഡർ ഈക്വൽസ് 2. ഇതൊത്ര ഒന്നും ചെയ്യാതെ നമുക്ക് എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാം. നോക്കേ, 6 2 8 ഒന്നാം പദം. എന്നിനോടൊപ്പം ഉള്ള കോഎഫിഷ്യൻ്റ് ആണ് എപ്പോഴും എന്തായിട്ട് വരിക? പൊതുവ്യത്യാസമായിട്ട് വരിക. നമ്മൾ പൊതുവ്യത്യാസം കണ്ടുപിടിച്ചില്ല അല്ലേ? വിട്ടുപോയി. പൊതുവ്യത്യാസം എന്താണ്? 14 - 8 = 6. നോക്കിക്കേ, എന്നിനോടൊപ്പം ഉള്ള കോഎഫിഷ്യൻ്റ് ആണ് പൊതുവ്യത്യാസം. പിന്നെ ഈ അവസാനം വരുന്നതായിരിക്കും റിമൈൻഡർ. അത് തന്നെയല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ വേറൊരു എക്സാമ്പിൾ തരാം. 3n + 1 നിങ്ങൾ പറയും എന്താണ്? ഫസ്റ്റ് ടേം എത്ര? 3 1 4. പിന്നെ പൊതുവ്യത്യാസം എത്ര? 3. ഈ ശ്രേണിയിലെ പദങ്ങളെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര വരും? 1. മനസ്സിലായോ? അപ്പം 3ന്റെ ഗുണിതങ്ങളായിരിക്കും. അത് കഴിഞ്ഞ് വരുന്നതാണ് +1 1 2 1 ഒക്കെ ഇട്ട് വരുന്ന എല്ലാം ശിഷ്ടങ്ങളാണ്. പക്ഷേ 3 തന്നെ ആയിരിക്കണം കേട്ടോ. 3 ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഡയറക്റ്റായിട്ട് ആൻസർ ചെയ്താൻ പറ്റൂ. അപ്പോൾ 5 ചോദ്യങ്ങളായി. ഈ 5ഉം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം ഫൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.